ഒരു സാധാരണ ഒരു ദിവസം എങ്ങനെയാണ് സ്പോയിലായിട്ടുള്ളത്? നമ്മളിങ്ങനെ ആരെ ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്ന ദിവസമായിരിക്കും ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെറിയൊരു കമൻറ്റ് പറയാം. നീ എന്താ ഇങ്ങനെ നടക്കുന്നേ, നീ എന്താ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ആരെങ്കിലും ചോദിച്ചാൽ പിന്നെ ഫുൾ അയ്യോ എൻ്റെ ഇരിപ്പ് കംപ്ലീറ്റ് പോക്കാണോ, പിന്നെ ഭയങ്കര കോൺഷ്യസ് ആയി അയ്യോ ഇങ്ങനെയല്ലേ, ഇനി വേറെ ആൾക്കാരൊക്കെ നോക്കും ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഞാനിരിക്കുന്നത്. പിന്നെ ദിവസം മുഴുവൻ അതിനെക്കുറിച്ചുള്ളൊരു ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ ഇതെന്താ അങ്ങനെ ചോദിച്ചേ ഇങ്ങനെയായിരിക്കും. ആൾക്കാർ എന്തെങ്കിലും ഒരു പാസിങ് കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീലിംഗ് വരിക. ചിലപ്പോൾ ആ പറയുന്ന ആൾ ഇതൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ അത്രയും വൾണറബിളും ഫ്രജൈലായിട്ട് ഇരിക്കുകയാണ്. ചില ആൾക്കാർ അവർ പറയണത് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് അധികം ചിന്തിക്കില്ല, ജസ്റ്റ് ഒരു തമാശയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതായിരിക്കും. ചില ആൾക്കാർ നമ്മൾ വിഷമിക്കണം എന്ന് വേണമെന്ന് വെച്ച് പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ആൾക്കാരും ഭയങ്കര പാവങ്ങളൊന്നുമല്ല, എല്ലാ ടൈപ്പ് ആൾക്കാരും നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ. നമ്മളൊക്കെ ചിലപ്പോൾ ഈ ടൈപ്പിൽ പെട്ട ആൾക്കാരും ആയിരിക്കും അല്ലേ. ബാക്കിയുള്ളവർ മാത്രം മോശം, നമ്മൾ മാത്രം നല്ലതൊന്നുമല്ല, നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ ഒരു ആവറേജ്, എല്ലാത്തിനും ഒരു ആവറേജ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഇങ്ങനൊരു ചെറിയൊരു കാര്യം കേൾക്കുമ്പോഴേക്കും ഒരു ഡേ, ഒരു വീക്കോ അല്ലെങ്കിൽ നമ്മുടെ രാത്രികളൊക്കെ ഇങ്ങനെ കുറച്ചധികം ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങളൊന്ന് ആലോചിക്കണം. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മുടെ നോക്കിയിട്ട് നമ്മുടെ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളോ നമ്മൾ പഠിക്കുന്ന രീതിയോ മാർക്കോ എന്തെങ്കിലും നോക്കിയിട്ട് നമ്മളായിട്ട് അധികം ബന്ധമില്ലാത്ത ഒരാൾ, ഇനിയിപ്പോൾ അധികം ബന്ധമുണ്ടെങ്കിലും ഓക്കെ, ഒരാളിങ്ങനെ എന്തെങ്കിലും ഒരു നോട്ടോ അല്ലെങ്കിൽ എന്നൊരു പറച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വർത്താനോ ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓരോന്ന് സംഭവിക്കുമ്പോഴും നമുക്ക് ഓരോ ബലൂൺ കിട്ടുകയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ബലൂൺ ഇങ്ങനെ പിടിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ കുറേ ബലൂൺസ് നമുക്കിങ്ങനെ കിട്ടും അല്ലേ. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു മാരത്തോൺ ഓടാൻ പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ മാരത്തോൺ നമുക്ക് ഭംഗിക്ക് ഓടാൻ പറ്റുമോ? എന്തെങ്കിലും മുമ്പിലുള്ള എന്തെങ്കിലും കാണാൻ പറ്റുമോ ബലൂൺസ് പിടിച്ചിട്ട്? നമ്മൾ മാരത്തോൺ എവിടെ എത്താണ്ട് പോകില്ലേ. ഇത് തന്നെയാണ് ഈ 4 ലോഗ് ഫീലിംഗ് ഉള്ളിൽ ഉള്ളപ്പോൾ നമുക്ക് സംഭവിക്കണേ. നമുക്ക് നമ്മുടെ ലൈഫിനെ ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ട്, നമുക്ക് എന്താ ചെയ്യേണ്ടത് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ വേറെ ആൾക്കാരുടെ കാര്യങ്ങളും കുറേ ചിന്തിച്ച് നമ്മുടെ നല്ല സമയമൊക്കെ നഷ്ടപ്പെടുത്തും. ഇന്ന് ഒരു 10 കാരണങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ വേറെ ആരും പറയണേക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് നമുക്ക് തന്നെ കുറച്ച് പ്രചോദനവും പ്രബോധനവും ഒക്കെ തരുന്ന ഒരു 10 കാര്യങ്ങൾ പറയാം. ആദ്യത്തെ കാര്യം എന്നറിയോ, നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന, ആരും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മെജോറിറ്റി നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. മിക്കവാറും 100% നമ്മളെക്കുറിച്ച് അങ്ങനെ കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല, നമ്മൾ വിചാരിക്കുന്ന അത്രയും അല്ലേ. നമ്മളെപ്പോഴും വിചാരിക്കുന്ന അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക, ഇല്ല അവർക്ക് വേറെ കാര്യങ്ങളുണ്ട് ഒന്ന്. ഇനി അഥവാ നമ്മളെക്കുറിച്ച് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ, എപ്പോഴും ഇയാളെന്താ ഇങ്ങനെ, ഇവിടെ ശരിയല്ലോ, ഇവളുടെ അത് ശരിയല്ലോ, ഇത് ശരിയല്ലോ എന്ന് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെ വിചാരിച്ച് നടക്കുന്ന ആൾക്കാരെക്കുറിച്ച് നമ്മൾ വിചാരിക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് വേറെ ജീവിതത്തിൽ ഒരു പണിയില്ല, നമ്മൾ ചെയ്ത് നോക്കി നടക്കാണ് പണി. അങ്ങനത്തെ ആൾക്കാരെക്കുറിച്ച് നമ്മൾ എന്തിനാ കുറേ വിചാരിച്ച് നമ്മൾ അവരെ പോലെ അവർ പോണേ. അപ്പോൾ നമ്മളിപ്പോഴും അവരെക്കുറിച്ച് വിചാരിക്കല്ലേ? അതിൻ്റെ ആവശ്യമില്ല. ആരും നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നില്ല, നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ ഗോളിലേക്ക്, നമുക്ക് ജീവിതത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കാര്യങ്ങൾ വേണം കേട്ടോ. നമുക്ക് ജീവിതത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കുറേ ആർത്തി വേണം. ഞാൻ കുറേ ആർത്തിയുള്ള ഒരാളാണ്, ഫുഡിനോട് മാത്രമല്ല. ഈ ജനറലി എനിക്കൊക്കെ ചെറുപ്പം മുതലേ ഉള്ള ഫീലിംഗ്, ഇത് ഇപ്പോൾ തീർന്നു, അയ്യോ ഇപ്പോൾ തീർന്നു എന്നൊരു ആങ്സൈറ്റി ഉള്ള ഒരാളാണ് ഞാൻ. ജീവിതം ഇപ്പോൾ തീർന്നു പോകും. അതെന്താ കാരണം എന്ന് വെച്ചാൽ ശരിക്കും തീർന്നു പോകും. നമ്മൾ കാണുന്നില്ല നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ പലതൊക്കെ അച്ചീവ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഈ ജീവിതത്തിൻ്റെ സൈക്കിളിൽ പെട്ടങ്ങ് തീർന്നു പോകും നമ്മൾ. അതിന് മുമ്പ് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനില്ല. എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം. എനിക്ക് തുന്നൽ പഠിക്കണം, എനിക്ക് സ്വന്തമായിട്ട് ബ്ലൗസൊക്കെ അടിക്കണം. ഇതുവരെ ഒന്നും ആയിട്ടില്ല. തുന്നൽ മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്, അത് മാത്രമാണ് ഞാൻ അച്ചീവ് ചെയ്ത സംഭവം. അത് 2 വർഷം മുമ്പ് വാങ്ങിച്ചതാട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെ എംബ്രോയിഡറി നമ്മളെ കൈവച്ച് തുന്നിയിട്ടുണ്ടാക്കില്ലേ, അത് പഠിക്കണം. പിന്നെ എനിക്ക് മ്യൂറൽ പെയിൻറ്റിങ് കുറച്ചുകൂടെ പഠിക്കണം. ഞാൻ കുറച്ച് തുടങ്ങിയിട്ടുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ വിചാരിക്കണേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എൻ്റെ ബാക്ക്ലോഗിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള ആർത്തി, അയ്യോ ഓരോ ദിവസം എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അയ്യോ അത് ഞാൻ പഠിക്കണം എന്ന് വിചാരിച്ചാൽ അത് പഠിച്ചില്ലല്ലോ, ഇങ്ങനെ എപ്പോഴും എനിക്കൊരു ആർത്തിയാണ്. ഈ ആർത്തി നമുക്ക് ഭയങ്കരമായിട്ട് വേണം, ഭയങ്കരമായിട്ട് ആർത്തി വേണം. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഓവർവെൽംഡ് ആവാൻ പാടില്ല. എന്നാലും ആ ഒരു ആർത്തി ഒരു ഭയങ്കര ഒരു രസമാണ്. അയ്യോ അത് ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ്. ഇപ്പോൾ ഡാൻസ് പഠിക്കണം, നിങ്ങൾക്ക് പാട്ടൊക്കെ പാടാൻ അറിയണമെങ്കിൽ ഒന്നിനും പാട്ട് പഠിക്കണം, അല്ലെങ്കിൽ ആ പാട്ടൊന്ന് പഠിക്കണം. അങ്ങനെ ശ്രുതിയൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്ന ഒരു പാട്ടുകളൊക്കെ ഉണ്ടല്ലേ, അത് പാടാൻ പഠിക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഗോൾസ് ഉണ്ടാവണം നമുക്ക്. യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കണം. കുറേ പേരുണ്ടല്ലോ യൂട്യൂബ് ചാനൽ നന്നായി ചെയ്യണം, അപ്പം നല്ല ഭംഗിയുള്ള വീഡിയോസ് ഉണ്ടാക്കണം. ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളുടെ ആർത്തിയാണ് എനിക്ക്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അയാൾ എന്ത് പറയും ഇയാൾ എന്ത് പറയും എന്നൊക്കെ ആലോചിച്ച് നടന്നാൽ നമുക്ക് നമ്മുടെ ആ ഒരു കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല.
അല്ലേ? ഒറ്റ ബ്രെയിനല്ലേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരൊക്കെ വിട്ടേക്ക്. നമുക്ക് നമ്മുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ ആൾക്കാരും നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുള്ള കാര്യം ചിന്തിച്ചിട്ട് കാര്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അതിപ്പോൾ എടുത്തിട്ട് നമുക്ക് അതിന് കുറച്ച് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ കൊള്ളാം, അതൊന്ന് കേൾക്കാം. അതെന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം. അല്ലാതെ ഈ ആൾക്കാരുടെ ഒപ്പീനിയൻസ് ശരിക്കും എന്താ കാര്യമുള്ളത് അല്ലേ? അത് ഓരോരോ ആൾക്കാർക്ക് ഓരോ ഒപ്പീനിയൻ ഉണ്ടാവും അല്ലേ? അത് വളരെ എന്താ പറയുക, കൺസ്ട്രക്റ്റീവായിട്ട് നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഇങ്ങനെയുള്ളത് നന്നാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കൺസ്ട്രക്റ്റീവായിട്ടല്ലേ ഇങ്ങനെ ചെയ്ത് നോക്കാനൊക്കെ നമുക്കൊരു ഐഡിയ തരുന്ന ടൈപ്പ് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ഗെയിൻ ചെയ്യാൻ പറ്റും. അല്ലാണ്ടിങ്ങനെ നീ ഇങ്ങനെ ചെയ്താൽ ഒട്ടും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഇതെന്താ എന്നൊക്കെ പറഞ്ഞാൽ അതിന് എന്ത് നമുക്ക് ഗെയിൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ അഭിപ്രായങ്ങൾ ഈ ചെവിയിൽ കയറ്റാൻ പോലും പാടില്ല. നല്ല ചിരിച്ചിട്ട് പോകണം. ഒരു കാര്യമില്ലാത്ത കുറേ അഭിപ്രായം മാത്രം പറയേണ്ട ആൾക്കാരുണ്ട്, നിൽക്കണ്ട. പിന്നെ ചില ആൾക്കാർ ഇത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാ അഭിപ്രായങ്ങളും ഇങ്ങനെ തട്ടിക്കളയണമെന്ന് ഞാൻ പറയില്ല. ചില ആൾക്കാർ എന്താ പറയുക, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്ന കുറച്ച് ഐഡിയ ഒക്കെ ചിലപ്പോൾ അയാളുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ട് എടുക്കേണ്ടത് ഏതാണ്, തള്ളേണ്ടത് ഏതാണെന്ന് കൃത്യമായിട്ട് അറിയണം. പിന്നെ ഇതിൻ്റെ ഉള്ളിലും എടുക്കണ സമയത്ത് നമ്മൾ അവർ പറയുന്ന മോശമായ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പോരാ എന്ന് പറയുന്നതൊന്നും നമ്മൾ എടുക്കണ്ട. എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എപ്പോഴും ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്കും പല രീതിയിലുള്ള ഇഷ്ടങ്ങളായിരിക്കും. ഇപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ വിചാരിച്ചാൽ ഐശ്വര്യ റായാണ് ഏറ്റവും ഭംഗിയുള്ള സുന്ദരിയെന്ന്. ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഞാനൊക്കെ വലുതാകുമ്പോൾ എന്ത് എല്ലാവർക്കും ഐശ്വര്യ റായനല്ലേ വേണ്ടത്, എന്നെയൊക്കെ ആർക്ക് വേണ്ടിയിരുന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. ആർക്കാണ് എന്നെ ഫ്രണ്ട് പോലും ആക്കാൻ താല്പര്യം ഉണ്ടാവുക, എല്ലാവർക്കും ഐശ്വര്യ റായനല്ലേ ഫ്രണ്ട് ആക്കാൻ താല്പര്യം ഉണ്ടാവുക എന്നൊക്കെ. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെയൊന്നുമല്ലല്ലോ സംഭവങ്ങൾ. വെച്ചാൽ എല്ലാവർക്കും ഡിഫറെൻറ്റ് ടേസ്റ്റുകളാണുള്ളത്. അപ്പോൾ കുഴപ്പമില്ല, നമുക്കൊക്കെ നമ്മളെയൊക്കെ ഫ്രണ്ടാക്കേണ്ട ആൾക്കാരുണ്ടാവും, അങ്ങനത്തെ ഒക്കെ ടേസ്റ്റുള്ള ആൾക്കാരുണ്ടാവും അല്ലേ? ചില ആൾക്കാർ ഐശ്വര്യയോ എനിക്ക് അത്ര ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പലർക്കും പല ടേസ്റ്റാണ്. അതുകൊണ്ട് ഈ ഒപ്പീനിയൻസൊക്കെ നമ്മൾ വാരിക്കൊരു തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട് ഒപ്പീനിയൻസ് വേറെ ഒപ്പീനിയൻസ് അവരുടെ അഭിപ്രായമാണ്. പലർക്കും പല ടേസ്റ്റും ഉണ്ടാവും, പല ഇൻട്രസ്റ്റുകളുണ്ടാവും, പലതായിരിക്കും ഇഷ്ടം, പലതായിരിക്കും ഇഷ്ടമില്ലാത്തത്. ഓക്കെ. നാലാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ വേറെ ആളുടെ ഒപ്പീനിയൻസിനെ കുറിച്ച് വിഷമിച്ചിരിക്കുന്നതോ അതിനെക്കുറിച്ച് ഇങ്ങനെ ആകുലപ്പെടുന്നതോ ചിന്തിക്കുന്നതായ ഓരോ നിമിഷവും, വിലപ്പെട്ട നിമിഷവും നമ്മുടെ ലൈഫിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം ഉണ്ടാക്കാവുന്ന നിമിഷങ്ങളാണ് നമ്മളിങ്ങനെ വേറെ ആൾക്കാരുടെ എന്തോ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് പാഴായി പോണത്. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസാണ്. നമ്മൾ പലപ്പോഴും ഈ ലൂപ്പിലൊക്കെ പെട്ടു. കാരണം ചെറുപ്പം മുതലേ നമ്മളോട് പറയണത് എന്താ, അവരെന്ത് വിചാരിക്കും, ഞാൻ ചെയ്യണ്ട, ഇവരെന്ത് വിചാരിക്കും. ഇതിങ്ങനെ കേട്ട് നമുക്ക് അവരും ഇവരും വിചാരിക്കുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ വിചാരിക്കുക. അല്ലാതെ ചെറിയ കുട്ടിയാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു വിചാരമുണ്ടോ? ഏതെങ്കിലും നല്ല സൈലൻ്റ് ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഉറക്കെ പാട്ട് പാടും, നമുക്കതൊന്നും ഒരു വലിയ കാര്യമില്ല. കുറച്ചൊക്കെ നമുക്ക് സാമൂഹിക ബോധം വേണം. എന്ന് വെച്ചാൽ വേറെ ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ബോധം വേണം. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു മുടി വെട്ടണം, അപ്പോഴേക്കും നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് മുടി വെട്ടാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്തിന്? അത് ഇനിയും വളർന്നു വരുന്ന സാധനമല്ലേ, നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീണ്ടുവരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങുക, ഇതൊക്കെ അവരെന്ത് വിചാരിക്കും, എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഇതാണ് ആ യൂട്യൂബ് തുടങ്ങാത്തതിൻ്റെ ഏറ്റവും പ്രധാന ഒരു കാരണം. ആൾക്കാർക്ക് എപ്പോഴും പേടി, ആൾക്കാർ എന്ത് വിചാരിക്കുന്നത്, മറ്റേ ആൾക്കാർ എന്ത് വിചാരിക്കാനാ. നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള ആ ടൈമില്ലേ, അത് വേറെ ആൾക്കാരെക്കുറിച്ച് ചിന്തിക്കാണ്ട് ആ ടൈം നന്നായിട്ട് യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് തീർന്നു കേട്ടോ. അതുകൊണ്ട് ആ ടൈം നമുക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ട് ചെയ്യാൻ, അതൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വേറെ ആൾക്കാർ പറഞ്ഞിട്ട് നീ ഇങ്ങനെ മുടി വെട്ടിക്കോ അത് നല്ലത്, അല്ലെങ്കിൽ നീ ഇങ്ങനത്തെ കെട്ടിക്കോ, അല്ലെങ്കിൽ നീ ഇങ്ങനത്തെ കമ്മലിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ ഈ കളർ ഡ്രസ്സ് ഇടണ്ട, അല്ലെങ്കിൽ നീ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണ്ട, അല്ലെങ്കിൽ നീ ഇത്രയും ചെറിയ ഡ്രസ്സ് ഇടണ്ട, ഇത്രയും വലിയ ഡ്രസ്സ് ഇടണ്ട. ഇങ്ങനെ ആൾക്കാരുടെ ഒപ്പീനിയൻ അനുസരിച്ച് നമ്മൾ ഓരോന്നൊക്കെ മാറ്റിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളാവാൻ സമയം കിട്ടില്ല. നമ്മൾ എന്ന് പറയുന്നത് വേറെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ് അല്ലേ? നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ കുറേയൊക്കെ വേറെ ആൾക്കാരായിട്ട് സാമ്യം ഉണ്ടാവും. എന്നാലും പൊതുവെ നോക്കുകയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇഷ്ടമാണ്, എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവില്ല. അത് നമ്മുടെ യുണീക്കായിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ് അല്ലേ? അപ്പോൾ വേറെ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ മാറ്റാണ്ട് ജനറലി അവർ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുമെങ്കിൽ നമുക്ക് മാറാം അല്ലേ, നമുക്ക് ചേഞ്ച് ചെയ്യാം, അഡാപ്റ്റ് ചെയ്യാം. പക്ഷേ വേറെ ആൾക്കാർക്ക് എങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിങ്ങനെ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ജീവിക്കാനാണെങ്കിൽ നമ്മുടെ യുണീക്ക് ഐഡൻറ്റിറ്റി നഷ്ടമാവും അല്ലേ? അവർക്ക് അങ്ങനെയൊക്കെയാണ് ഇഷ്ടമെങ്കിൽ അവരങ്ങനെ ജീവിച്ചോട്ടെ, അവരുടെ ഇഷ്ടം അനുസരിച്ച് അവർ ജീവിക്കട്ടെ, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ജീവിക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ്, നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെട്ടോളൂ, വെറുക്കണമെങ്കിൽ വെറുത്തോളൂ, ഞാനാണ് എന്നുള്ള ആ ഒരു
ഒരു സെൽഫ് റെസ്പെക്റ്റോടു കൂടി അങ്ങോട്ട് ജീവിക്കുക. 6ാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ആൾക്കാരുടെ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾ, ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും എപ്പോഴും കോൺസ്റ്റൻ്റ് അല്ല. ഈ ഒരു കാലഘട്ടത്തിൽ അവരങ്ങനെ പറയും, ഒരു 5 വർഷം കഴിഞ്ഞ് ഇവരുടെയൊക്കെ അഭിപ്രായം മാറും. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് നമ്മളിങ്ങനെ അവർ നിങ്ങളുടെ അടുത്ത അഭിപ്രായം എന്താ ഇഷ്ടപ്പെട്ടോ, എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ച് നിൽക്കാൻ പാടില്ല. എപ്പോഴും ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഓരോരോ ആൾക്കാർക്കും മാറിക്കൊണ്ടിരിക്കും അല്ലേ, ഓരോരുത്തരുടെ അഭിപ്രായം മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ കൂടി നമ്മൾ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. എത്തില്ല, നമ്മൾ അവിടെ ഒന്നും എത്തില്ല. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അക്കംപ്ലിഷ് ചെയ്തു എന്ന് വിചാരിച്ചോ, അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്, എന്നാലും ഒന്നും ആവില്ല. ഇതൊക്കെ എപ്പോഴും മൂവിങ് ടാർഗറ്റ്സ് ആണ്. അതുപോലെ ഇതിനൊന്നും ഒരു അന്ത്യം ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം. 7ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറേ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിനെ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കില്ലേ, ആ സമയത്ത് അയ്യോ അയാൾ പറഞ്ഞ പോലെ ഞാൻ നടന്നില്ല, എൻ്റെ മുടി ഞാൻ അയാൾ പറഞ്ഞ പോലെ വെട്ടിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേറെ ആൾക്കാർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തില്ല എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കില്ല. എപ്പോഴും ആൾക്കാർ ചിന്തിക്കുക, എൻ്റെ ഇഷ്ടം അതായിരുന്നു, ഞാൻ എന്താ ചെയ്യാതിരുന്നേന്നാ. അപ്പോൾ വേറെ ആൾക്കാരുടെ ഇഷ്ടങ്ങളനുസരിച്ച് ജീവിക്കാത്തതിലൊന്നും ആർക്കും ഇവിടെ ദുഃഖം വരില്ല. ആകെ ദുഃഖമുള്ളത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ജീവിതം ജീവിച്ചില്ലല്ലോ എന്നുള്ളൊരു പശ്ചാത്താപമാണ്. എപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവാൻ ചാൻസ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ. ഇപ്പോൾ ചില കേസിൽ കേട്ടോ, ഇപ്പോൾ ചില നമുക്ക് വളരെ ഇഷ്ടമുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിച്ചില്ല, അയാൾക്കത് വളരെ സന്തോഷമാകുമായിരുന്നു, അങ്ങനത്തെ ചില കേസസ് അല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ചില കുട്ടികൾ അവരുടെ വളരെ ഇഷ്ടമുള്ളൊരു ചേച്ചിയോ അച്ഛനോ ആരെങ്കിലും ഉണ്ടാവും, അപ്പോൾ അവർ പറയുന്നത് കേട്ടില്ല, അവർക്ക് കുറച്ചുകൂടെ സന്തോഷമാകുമായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്താലെന്ന് പിന്നീട് നമ്മൾ റിഗ്രറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ കാര്യത്തിലും ഇങ്ങനെ മേയാൻ ചാൻസ് ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, അവർക്ക് 1 2 ഒരു വളരെ സ്പെസിഫിക്കായ നമുക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ സാധിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങളുണ്ടാവാം. അങ്ങനത്തെ കാര്യമല്ല ഞാൻ പറയണത്. ഈ ജനറലി ആൾക്കാർക്ക് വയസ്സാകുമ്പം നമ്മൾ ഒരിക്കലും വേറെ ആൾക്ക് വേണ്ടി നമ്മൾ ചേഞ്ച് ആയില്ല എന്നുള്ള റിഗ്രറ്റ് ഉണ്ടാവില്ല. നമ്മളെപ്പോഴും നമുക്ക് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ച് ഒരു 20 വീഡിയോ പോലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെയാണ് നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇന്നൊരു പാട്ട് കൃത്യമായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനൊരു സ്കിറ്റ് എനിക്ക് ഇയാളുടെ കൂടെ അവതരിപ്പിക്കാൻ ഒരു ആഗ്രഹം, ഞാൻ ചെയ്തില്ലല്ലോ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് റിഗ്രറ്റ് ചെയ്യുക. അതുകൊണ്ട് അത് ചെയ്യാം. 8ാമത്തെ കാര്യം, എപ്പോഴും നമ്മളിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് വേറെ ഒരു പണിയില്ലേ, ഒന്ന് ആലോചിക്കേണ്ടതാണ്. ശരിക്കും നമുക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പാഷനേറ്റായിട്ട് ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരുടെ കൺമഷി പടർന്നു പോയതോ മുടി വെട്ടിയതോ ഒന്നും ചിന്തിക്കാൻ സമയമേ ഉണ്ടാവില്ല. നമ്മുടെ ഫോക്കസ് മുഴുവൻ നമ്മൾ ചെയ്യുന്ന ആ പ്രോജക്റ്റിലോ ആ വർക്കിലായിരിക്കും അല്ലേ. വേറെ ആൾക്കാരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചോ അത് പറഞ്ഞുകൊണ്ടിരിക്കാനോ നമ്മൾക്ക് അതിനുവേണ്ടി കളിയാക്കിക്കൊണ്ടിരിക്കാനോ നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സമയമുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല, മനസ്സിലായോ. ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അത്യാവശ്യം നന്നായി ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ കളിയാക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഒരു പണിയില്ലാണ്ട് വേറെ ആൾക്കാരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പുറകെ പോണേ, മനസ്സിലായോ. അതൊന്നും അത്ര ആയിരിക്കില്ല എന്നാണ് അതിൻ്റെ സാരം. 9ാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വിചാരിക്കുക, അപ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ പറഞ്ഞ് അതൊന്നും ചെയ്യണ്ട കേട്ടോ, അന്ന് അത്ര കുടുംബത്തിൽ പറഞ്ഞ പേർക്കൊന്നും അത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് അത് അയാളുടെ ഒരു മാനസിക വികാസത്തിൻ്റെ കുറവാണ് അല്ലേ. കുറച്ചുകൂടെ നമ്മൾ ഓപ്പൺ ആയിരിക്കണം, കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടണം, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് ഓപ്പൺ ആവും. പക്ഷേ അതൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ ലിമിറ്റ്സാണ് അവർ കാണിക്കണത്, അവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ. പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ മിക്കവാറും ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന ആൾക്കാരില്ലേ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, എന്തെങ്കിലും ഒരു മോഡേൺ ആയിട്ടുള്ളൊരു വേഷം അത് ഇടണ്ട എന്ന് പറയുന്ന ആൾക്കാർ, അവർക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. മിക്കവാറും ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഭയങ്കര ആഗ്രഹമായിരിക്കും. അവർ വന്ന് ഭയങ്കര ഡയലോഗ് അടിക്കും, നീ ഇതൊക്കെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് മുഖത്തൊരു എക്സ്പ്രഷനും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ കാണാം അവരത് ചെയ്യണത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ, അവർക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് വേറെ ആരും ചെയ്യുന്നത് താല്പര്യമില്ല, അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ സമൂഹം അതിനെ എങ്ങനെ കാണുമെന്ന് പേടിയുള്ള ആൾക്കാർ പൊതുവേ വേറെ ഒരാളെ അത് ചെയ്യാൻ സമയമില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മൾ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഇവർ മെല്ലെ ചേഞ്ച് ആവും. കാരണം അതൊന്നും ചെയ്യുന്ന കുഴപ്പമില്ല എന്ന് സമൂഹം അപ്രൂവ് ചെയ്ത് വരുന്ന സമയത്ത് ഇവരതൊക്കെ ചെയ്യും. അപ്പോൾ ഇവരുടെ ഒരു ഇൻസെക്യൂരിറ്റിയാണ് അവർ വേറെ ആൾക്കാർക്ക് കടിഞ്ഞാണിട്ടിട്ട് നേടാൻ ശ്രമിക്കുന്നത്. അല്ലാണ്ട് അവർക്ക് ശരിക്കും ഇതൊന്നും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അങ്ങനെയും കുറേ ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഇഷ്ടമുള്ള 1 2 പേരൊക്കെ ഉണ്ടാവും, പക്ഷെ കുറേ പേർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുത്ത അസൂയക്കാരനാണ് നമ്മുടെ അടുത്തൊന്നും ചെയ്യരുതെന്ന് പറയണത്. 10ാമത്തെ അവസാനത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും വിചാരിക്കുക ലൈഫ് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ അതിലത്തെ ഒരു സപ്പോർട്ടിങ് ആക്ടറോ അങ്ങനെയൊക്കെയാണെന്നാ. അല്ല, നമ്മൾ അതിലത്തെ ലീഡ് ക്യാരക്ടറാണ്.
നമുക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഹീറോ അല്ലെങ്കിൽ ഹെറോയിൻ നമ്മളാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയോക്കെ, ഇംഗ്ലണ്ടിലെ ക്വീൻ ഇല്ലേ, രാജ്ഞി ഇങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ക്വീനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ കിങ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ പ്രതാപത്തിനനുസരിച്ച് നമ്മളങ്ങ് ജീവിക്കും. ആ രീതിയിൽ വേണം നമ്മൾ ലൈഫിനെ കാണാൻ. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ജീവിത സാഹചര്യം കൊണ്ട് നമ്മൾ വിചാരിക്കുക നമ്മൾ ഏതോ സൈഡിൽ ഇങ്ങനെ മുഖം കാണിക്കുന്ന ഒരു സപ്പോർട്ടിങ് ആക്ടറാണ്, അങ്ങനെയൊക്കെയാണ്. അല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഹീറോ ആണ് നമ്മൾ, അല്ലേ? നമ്മൾ സൂപ്പറാണ്. അങ്ങനെ വേറെ ആൾക്കാർ അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ സഹിച്ചോട്ടെ. നമ്മളൊരു രാജാവാകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കെയർ ചെയ്യുമോ അതിനെക്കുറിച്ച്? അങ്ങനെ ആലോചിച്ചാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തെ പ്രജകളെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ശരിയാണ്, അല്ലേ? നമ്മളതിനെ ഒന്ന് കൺസിഡർ ചെയ്യും. പക്ഷെ അല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏത് ഡ്രസ്സ് ഇടണം, എങ്ങനെ മുടി വെട്ടണം, എപ്പോൾ കുളിക്കണം, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എങ്ങനെ നഖം വെക്കണം, ഇതൊന്നും വേറെ ആൾക്കാർ ഡിഫൈൻ ചെയ്യേണ്ട കാര്യങ്ങളല്ല. കാരണം നമ്മൾ രാജാവാണ്. അങ്ങനെ നമ്മുടെ ലൈഫിനെ കുറച്ച്, നമ്മുടെ ലൈഫിനെ, അല്ലേ, അവരുടെ ലൈഫിൽ അവരാണ് രാജാവ്, നമ്മുടെ ലൈഫിൽ നമ്മളാണ് രാജാവ്. നമ്മൾ തീരുമാനിക്കുക, ഹാപ്പി ആയിട്ട് കഴിയുക. മനസ്സിലായോ? വേറെ ആൾക്കാർ പറയുന്നതിനെക്കുറിച്ച് ഇത്രയൊന്നും ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഏതെങ്കിലും കാലഘട്ടത്തിലൊക്കെ നമ്മളൊക്കെ ടെൻഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. അത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ള കാര്യങ്ങൾ നന്നായി ചെയ്യുക, ഇഷ്ടംപോലെ ചെയ്യുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.